ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടത് ബിദഈ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തിനെതിരെ എന്ത് അപകടകരമായ വാദങ്ങൾ ഉന്നയിച്ചാലും ദുരാരോപണം ഉന്നയിച്ചാലും പൊതുസമൂഹത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനൊന്നും തടയാനോ അതിനൊന്നും നിരുത്സാഹപ്പെടുത്താനോ അതിനെതിരായ എന്തെങ്കിലും ഉപദേശത്തോടുകൂടി പിന്തിരിപ്പിക്കാനോ ആരും രംഗത്ത് വരുന്നില്ല. എന്നാൽ മുസ്ലിം സമുദായത്തിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി വിഭാഗത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശമനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തെ അവർ നൂറ്റാണ്ടുകളായി ആചരിച്ചനുഷ്ഠിച്ചു വരുന്ന ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സുഹൃതങ്ങളെയും തള്ളിപ്പറഞ്ഞ് ഈ സമുദായത്തെ ബഹുദൈവ വിശ്വാസികളായി ചിത്രീകരിക്കുന്നതിനെതിരെ നിയമവിധേയമായ ബോധവൽക്കരണ പ്രവർത്തനം നടത്താൻ മുന്നോട്ട് വന്നാൽ അതിനെ തടയാനും അതിനെ പിന്തിരിപ്പിക്കാനും ഇവിടെ ശ്രമം നടക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പുതിയ കാര്യമല്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണ കാലം മുതൽ ഇതുപോലുള്ള പ്രതിസന്ധികൾ ഈ പ്രസ്ഥാനം നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളൊക്കെ ഇതിനേക്കാൾ ഗുരുതരമായ പ്രതിസന്ധികൾ നമ്മൾ നേരിട്ടിട്ടുണ്ട്. നമ്മുടെ പൂർവികർ വളരെ മനോഹരമായി അതിനെ അതിജയിച്ച് വളരെ നല്ല ശക്തമായിട്ട് മുന്നോട്ട് പോയി ഈ പ്രസ്ഥാനത്തെ വളർത്തിക്കൊണ്ടുവരാൻ അവർക്ക് സാധ്യമായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നും ഇത്തരത്തിലുള്ള ബിദഈ പ്രസ്ഥാനങ്ങളെയും ബിദഈ പ്രസ്ഥാനങ്ങളെ മറപിടിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിർവീര്യമാക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ മറികടക്കാൻ ഈ പ്രസ്ഥാനത്തിന് സാധ്യമാകുമെന്ന് നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ സമാധാനപരമായ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഈ ഉത്തരവാദിത്വമാണ് സമസ്ത അതിന്റെ പോഷകഘടകങ്ങൾ ഇവിടെ മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഇന്ന് പിളർന്ന് 8 ഗ്രൂപ്പുകളായിട്ട് തരംതിരിഞ്ഞിരിക്കുന്നു. എന്തിന്റെ പേരിലാണ് പിളർന്നത്? അവരുടെ കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ആര് പ്രസിഡന്റ് ആകണം, ആര് സെക്രട്ടറി ആകണം എന്ന അഭിപ്രായ വ്യത്യാസമല്ല. അവരുടെ സ്ഥാപനങ്ങളായി ഭരിക്കണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അവരുടെ അഭിപ്രായ വ്യത്യാസം തൗഹീദിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അത് ശുദ്ധമായ തൗഹീദ് പ്രചരിപ്പിക്കാനാണ് ആ പ്രസ്ഥാനം ഇവിടെ രൂപീകരിച്ചത്. പക്ഷെ ആ പ്രസ്ഥാനം ഇന്ന് പിളർന്ന് തൗഹീദിന്റെ നിർവചനം സംബന്ധിച്ചുള്ള അടിപിടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. 8 ഗ്രൂപ്പുകളും പരസ്പരം ശിർക്കും കുഫറും ആരോപിച്ചുകൊണ്ടിരിക്കുന്നു പരസ്പരം. ഒരു കാലത്ത് ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ, സുന്നി വിഭാഗത്തെ ഇങ്ങനെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് ഈ സമുദായത്തെ വളരെ മോശമായി ചിത്രീകരിക്കാൻ വന്ന ആളുകൾ പിളർന്ന് 8 ഗ്രൂപ്പുകളായി അവർ പരസ്പരം ഇതേ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഗതികേടിലേക്ക് പ്രസ്ഥാനമെത്തി എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇവിടുത്തെ ഏത് ബിദഈ പ്രസ്ഥാനങ്ങളാണെങ്കിലും വിശ്വാസപരമായി കർമ്മപരമായി മുസ്ലിം സമുദായം ഈ വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന മാർഗനിർദ്ദേശം കൊടുക്കാൻ ധാർമ്മികമായി അവകാശമില്ലാത്ത വിഭാഗങ്ങളായിട്ട് ഈ ബിദഈ പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അവരെല്ലാം ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയൊരു ഘട്ടമെത്തിയപ്പോഴാണ്, അവർക്ക് സ്വന്തമായി പറയാൻ ഒരു ആദർശമില്ലാത്ത ഘട്ടമെത്തിയപ്പോഴാണ്, അവരുടെ സ്ഥാപക നേതാവിനെ പോലും തള്ളിപ്പറയേണ്ട ഘട്ടമെത്തിയപ്പോഴാണ്, അവർക്ക് എന്താണ് തൗഹീദിന്റെ നിർവചനം എന്നത് 5 വർഷം കൂടുമ്പോൾ പുതുക്കി നിശ്ചയിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയപ്പോഴാണ് അത്തരം പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഒരു പുതിയ തന്ത്രം മെനഞ്ഞുകൊണ്ട് ഈ സമൂഹത്തിൽ വിഭാഗീയതയും ഭിന്നിപ്പും ഉണ്ടാക്കാൻ ബിദഈ പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ബിദഈ പ്രസ്ഥാനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നിർവീര്യമാക്കുക, ദുർബലപ്പെടുത്തുക, അതിനെ ഇകഴ്ത്തി സംസാരിക്കുക, അതിനെ മോശമായി ചിത്രീകരിക്കുക. കാരണം എന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായം മതപരമായി അവലംബിക്കുന്ന ഒരു മഹത്തായ പണ്ഡിത സഭയാണ്. ദീനുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം വന്നാലും ഇക്കാര്യത്തിൽ സമസ്ത എന്തു പറയുന്നു എന്ന് കാതോർക്കുന്നവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങളും. അപ്പൊ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക്, പ്രഖ്യാപനങ്ങൾക്ക്, തീരുമാനങ്ങൾക്ക്, ഫത്വകൾക്ക് അതിന് വലിയ അംഗീകാരവും സ്വീകാര്യതയുമുണ്ട്. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്വീകാര്യത നഷ്ടപ്പെടുത്തണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കുള്ള അംഗീകാരം നഷ്ടപ്പെടുത്തണം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ എങ്ങനെയെങ്കിലും ദുർബലപ്പെടുത്തണം. അതിനാവശ്യമായിട്ടുള്ള പല ശ്രമങ്ങളും ബിദഈ പ്രസ്ഥാനങ്ങൾ കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ പ്രസ്ഥാനം കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ വാക്കോട് ഉസ്താദ് ഇവിടെ സൂചിപ്പിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അധ്യാപനങ്ങൾ, അതിന്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾക്കനുസരിച്ചുകൊണ്ട് പുതിയ തലമുറയെ വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആരംഭം കുറിച്ച വലിയൊരു സംവിധാനമാണ് നമ്മുടെ മദ്രസ പ്രസ്ഥാനം.
ഈ മദ്രസ പ്രസ്ഥാനം വളർന്നു, അറബിക് കോളേജുകൾ വളർന്നു, ദീനി സ്ഥാപനങ്ങൾ വളർന്നു, ദർസുകൾ വളർന്നു. വിദ്യാഭ്യാസ രംഗത്ത് തന്നെ വ്യത്യസ്തമായ രീതികൾ പരീക്ഷിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സ്വാഭാവികമായും കേരളത്തിന് പുറത്തുള്ള മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാർ മാത്രമല്ല, കേരളത്തിൽ മതപരമായ കാര്യങ്ങളെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കാൻ, ദീൻ പഠിക്കാൻ വിശ്വസ്തമായ ഒരു സംരംഭമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് 27 രാജ്യങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മദ്രസയിൽ വിദ്യാർത്ഥികളായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ സലഫി പ്രസ്ഥാനക്കാർ അവർ പറയും ഞങ്ങൾ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക സംഘടനയാണ്, ആശയമാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയക്കാർ പറയും ഞങ്ങളുടെ ആശയം പല രീതിയിൽ ചിലയിടത്ത് ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിൽ, സമാനമായ ആശയങ്ങൾ മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ, അതേപോലെ മറ്റു പല രീതികളിലൊക്കെ അവരുടെ ആശയങ്ങൾ പലയിടത്തും പ്രചരിക്കുന്നുണ്ട്. പക്ഷേ പരിശുദ്ധമായ ഇസ്ലാമിനെ അതിന്റെ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന വിശ്വസ്തമായ ഒരു സംരംഭമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഈ മദ്രസയുടെ സ്റ്റുഡിയോ പോയി കാണാൻ സാധിക്കും. ആ സ്റ്റുഡിയോയിൽ 24 മണിക്കൂറും ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 27 രാജ്യങ്ങളിലാണ് സമസ്തയുടെ ഈ മദ്രസ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. 27 രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ അതിന്റെ ആവശ്യമില്ല, അതേപോലെ UAE അതിന്റെ ആവശ്യമില്ല, കുവൈറ്റിലും ഖത്തറിലും ഒമാനിലും ആവശ്യമില്ല. കാരണം അവിടെ സമസ്തയുടെ അംഗീകൃതമായ മദ്രസകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സമസ്തയുടെ അംഗീകൃത മദ്രസകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ, മദ്രസകൾ പ്രവർത്തിക്കാത്ത സ്ഥലങ്ങളിൽ സമസ്തയുടെ മദ്രസയിൽ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥി രാജ്യങ്ങളിലുണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ട്, ആഫ്രിക്കൻ രാജ്യങ്ങളിലുണ്ട്. അവർ മലയാളികളല്ല, അവർ ഇന്ത്യക്കാർ പോലുമല്ല. പക്ഷെ അവർ തിരിച്ചറിയുന്നത് എന്താണ്? ദീൻ പഠിക്കാൻ, ഈ വഹാബിസത്തിന്റെ അപകടകരമായ ആശയങ്ങളില്ലാത്ത, മൗദൂദിസത്തിന്റെ അപകടകരമായ ആശയങ്ങളില്ലാത്ത, ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഇത്തരത്തിലുള്ള പുതിയ വാദങ്ങളും പുത്തൻ പ്രസ്ഥാനങ്ങളും പ്രചരിപ്പിക്കുന്ന ആശയങ്ങളില്ലാത്ത യഥാർത്ഥ ഇസ്ലാമിനെ പഠിക്കാൻ കേരളത്തിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ഈ മദ്രസ സംവിധാനം അവലംബിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് കേവലം 2 വർഷം കൊണ്ട് 27 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ മദ്രസ സംവിധാനത്തിന്, നമ്മുടെ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ഇതൊക്കെ കൂടെ കാണുമ്പോൾ, ഇത്തരം രീതികളും പ്രവർത്തനങ്ങളും കാണുമ്പോൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ കുറച്ച് മുസ്ലിംമാരുടെ ഏർപ്പാടാണെന്നൊക്കെ ധരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ആളുകൾ അത് കേരളത്തിന് പുറത്തേക്ക്, ഇന്ത്യക്ക് പുറത്തേക്ക്, ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്, അതേപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അതിന്റെ മത വിദ്യാഭ്യാസം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ദാഹിക്കുന്ന ആളുകൾ, ഇന്ത്യക്കാർ പോലും അല്ലാത്ത ആളുകൾ കടന്നു വരുന്ന കാഴ്ച കാണുമ്പോൾ പിന്നെ എന്താണ് ആവശ്യം? ഈ പ്രസ്ഥാനത്തെ മോശമായിട്ട് ചിത്രീകരിക്കുക, ഈ പ്രസ്ഥാനത്തെ വളരെ വികൃതമായിട്ട് ചിത്രീകരിക്കുക, അതിനുള്ള പല ആസൂത്രിതമായ പദ്ധതികളും അജണ്ടകളും ഒക്കെ തയ്യാറാക്കുന്നതിനിടയിലാണ് നമ്മുടെ സംഘടനയെയും നമ്മുടെ പ്രസ്ഥാനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും അതിന് ഇവിടെ സാമകാലികമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്തെല്ലാം കാഴ്ചപ്പാടുകളാണ് ഉള്ളത് എന്നത് സംഘടനാ പ്രവർത്തകരോട് മാത്രമല്ല, മുസ്ലിം സമുദായത്തോട് മാത്രമല്ല, പൊതുസമൂഹത്തോടും ലോകത്തോടും തന്നെ പറയാൻ നമുക്ക് സുപ്രഭാതം പോലെയുള്ള ഒരു പത്രവുമായിട്ട് നമ്മുടെ നേതാക്കൾ രംഗത്ത് വരുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് ആ പത്രം വളരെ വളരെ നല്ല രീതിയിൽ